ഹലോ ഫ്രണ്ട്സ്, അലീനെയും മനുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നല്ലോണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി ശരണയും ഷാജിയും ശരണയുടെ അമ്മയും കൂടെ വന്നേക്കുന്നത്. ശരണയ്ക്ക് അലീനയ്ക്ക് പനിയാണല്ലോ. അപ്പം വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോലും ശരണ കേൾക്കാതെയാണ് വന്നേക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഇൻവൈറ്റ് ചെയ്ത് കയറുന്ന നമ്മുടെ രോഹിത് എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ അകത്ത് കയറി വന്ന് ഷാജിയും കയറി വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഷാജി, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു പ്രതിയെ പോലെ ഒന്നുമല്ല, നല്ല രീതിയിൽ നമ്മുടെ രോഗത്തിനെ കാണുന്നുണ്ട്. കാരണം അവൻ പ്രതിയല്ലെന്നുള്ള രീതിയിലെല്ലാം കണ്ടല്ലോ. അപ്പോൾ അവിടെ കയറി വന്നകത്ത് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ശരണേനെയും അമ്മേനെയൊക്കെ കാണുമ്പോഴത്തേക്ക് കൃഷ്ണമോളും ഭവിതയൊക്കെ വല്ല ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ശരണ പറയുന്നുണ്ട്, നിങ്ങളെല്ലാം എനിക്കറിയാം. കാരണം അലിനി ചേച്ചിയുടെ അനീതിമാരല്ല ഇവർ രണ്ട് അല്ലെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അകത്തോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ശരണ ചേച്ചി എന്തെന്ന് ചോദിച്ചു. അല്ല, അലിനി ചേച്ചി എന്തെന്ന് അകത്തുണ്ടെന്ന് പറയും. അതിനകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് അലിനെ കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ശരണ്യ. ഉടനെ അലിന് പറയുന്നുണ്ട്, മോളെ എന്താ നീ കാണിക്കുന്നത്? കാരണം എന്താ, പനിയല്ല, എൻ്റെ പനി നിനക്ക് പകരുമെന്ന് പറയുമ്പോഴത്തേക്കല്ല, അപ്പം നീ ഇവിടെ വന്ന് താമസിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഉടനെ അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ പനിയല്ല, ചേച്ചി എന്ന രീതിയിൽ എന്നെ സഹായിച്ചു. ഞാൻ വളരെ രീതിയിൽ താന്ന് കിടന്നപ്പോഴത്തേക്ക് ചേച്ചി എന്നെ പൊക്കിക്കൊണ്ട് വന്ന, പിന്നെ ഒരു ചെറിയ പനി പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാ പറ്റാൻ പോകുന്നത്, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അലിന് പറയുകയാണ്, ശരി ശരി, എന്നാണ്ട് മുമ്പ് വിശേഷം എന്നൊക്കെ വെച്ച്, നല്ല വിശേഷം മോളെ, എന്നെ അവൾ അവിടെ ഇരുത്തുന്നില്ല, അത്ര രീതിയിൽ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോപുവും പിന്നെ അച്ഛനും ഒന്നും അവർ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷേ അവർക്ക് സമ്മതമാണ്, പക്ഷേ അവർ കൂടെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഷാജിയേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷാജിയേട്ടൻ വന്നിട്ടുണ്ട്, ഇവിടെ പുറത്തുണ്ട്, ഞാൻ വിളിക്കണം വേണ്ട, ഞാൻ അവിടെ പോയി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭവിത വരുന്നു. ഭവിത വന്നിട്ട് ഭവിതയോട് ചോദിക്കുന്നുണ്ട്, ഭവിത നമുക്ക് ഫുഡൊന്നും എല്ലാം കൊടുക്കാൻ പറ്റുമോ മറ്റോ ചോദിക്കുമ്പോഴത്തെ, അതിന് പിന്നെ ഫുഡ് കൊടുക്കുന്നതിന് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കും, ഞാനും കൃഷ്ണമോളും ചേർന്ന് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ചോറൊക്കെ ഉണ്ടാക്കാം എന്നുള്ള പറയുന്നുണ്ട്. അവിടെ അന്നെ പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കാരണം പനി ആയതുകൊണ്ടാണ്, അല്ല നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നേനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി റെസ്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത് കാണിക്കുന്ന നമ്മുടെ വൈജയാണ്. വൈജ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആരാ വന്നതെന്ന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളും എന്ന് പറയുന്നുണ്ട്, അമ്മ അത് നമ്മുടെ ശരണ ചേച്ചിയാണ്. അത് ഏത് ശരണ? അതിന് മറ്റേ പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് എന്ന് പറയുമ്പോഴത്തേക്കും അവളൊക്കെ എന്തിനാ ഈ വീട്ടിൽ കയറിയേക്കെന്ന് വെച്ചാൽ, അമ്മ എന്തീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആ ചേച്ചി കാരണം കൊണ്ട്, ആ ചേച്ചി മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ രോഹിതായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമല്ല, കണ്ട രീതിയിൽ നാട്ടിച്ച് എന്നെ വിട്ടിട്ട് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും പലരും എന്നെ കുറ്റപ്പെടുത്തി, നിങ്ങളുടെ മോൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു, പക്ഷേ എൻ്റെ മോൻ കുറ്റക്കാരനല്ലേ എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അങ്ങനെ രീതിയിൽ കുറ്റക്കാരനല്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എന്നിട്ട് ഇപ്പം ഞാൻ നാണം കെട്ടൊരവസ്ഥ, അങ്ങനെയുള്ള പെമ്പിള്ളേരെ സ്ത്രീകളെയൊക്കെയാണ് വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കുന്നത്, നിങ്ങൾക്കൊക്കെ നാണമില്ലേടി എന്നുള്ള രീതി ചോദിച്ച് ആ ഒരു രീതിയിൽ വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമ്മ ഇങ്ങനെ പറയരുത്, അമ്മ വന്ന ഒരു താങ്ക്സ് പറയണം. കാരണം അത്ര രീതിയിൽ കറിഞ്ഞ 10-14 വർഷം നമ്മുടെ മറ്റേ ഹരിയാട്ടിനൊക്കെ 10-14 വർഷം ജീവരുന്നതായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നിന്നിട്ട് നമ്മുടെ രോഹിതേട്ടനാണെന്നുണ്ടെങ്കിൽ അത്ര രീതിയിൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എല്ലാ രീതിയിലും ഇപ്പോൾ പുറത്തിറങ്ങിയ സമാധാനത്തോടെ നമ്മുടെ കുടുംബത്തോടെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഉടനെ അതൊന്നും പറ്റില്ല, നിനക്കൊന്ന് നിൻ്റെ പണി നോക്കിപ്പോൾ, നിനക്കൊക്കെ അലീന എന്തെങ്കിലും സ്നേഹമോ എന്തെങ്കിലും മാങ്ങാത്തൊലിയും തന്നെന്ന് പറഞ്ഞാൽ നീ അവളുടെയൊക്കെ സപ്പോർട്ട് ചെയ്യിക്കും, പക്ഷെ എന്നെ കിട്ടത്തില്ല. നീക്ക് നിൻ്റെ പണി നോക്കി പോടി, നിൻ്റെ അപ്പനോട് പറഞ്ഞു നോക്ക്, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞേക്ക്, കണ്ട കൂതറകളെയും അല്ലെങ്കിൽ പറഞ്ഞ ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ വിളിച്ച് കയറ്റാനുള്ളതൊന്നല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വൈജ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ അലീന ഒന്ന് ഷാജിയെ കാണാൻ വരുന്നു. ഷാജിയെ കാണാൻ വരുമ്പോഴത്തേക്ക് ഷാജിയോട് പറയുന്നുണ്ട്, ഷാജിയേട്ടാ എന്നാണ്ട് വിശേഷം? എന്നാ വിശേഷം മോളെ? സുഖമായിട്ടിരിക്കുന്നു, ഒത്തിരി നാളല്ലേ കണ്ടിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, പനിയായിരുന്നു കേട്ടോ, പനിയാണെന്ന് മനസ്സിലായി. കാരണം ഇവിടെ ഷാജി പറയുന്നുണ്ട്, അല്ലാതെ നമ്മുടെ ഈ അല്ലാതെ ശരണ്യ പറയുന്നത് കേട്ടായിരുന്നു. ശരണ്യ അങ്ങനെ സമാധാനം തരുന്നില്ല എന്ന്, എനിക്ക് എങ്ങനെയും നിന്നെ കാണാൻ വരണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് രോഹിത്, എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോഴത്തേക്ക് രോഹിത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, രോഹിത്തെ എങ്ങനെ ഇതിൻ്റെ അകത്ത് പെട്ടുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഷാജിയേട്ടാ ഞാൻ അറിയാണ്ട് അങ്ങനെ പെട്ടുപോയത്, എന്ത് ചെയ്യാനല്ലേ, കാരണം ഇനി അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് പോയി പെട്ടുപോകരുത് എന്നുള്ള ഇത് പറയുന്നുണ്ട്. അപ്പം ശരണയുടെ അമ്മ ശരണയോട് പറയുന്നുണ്ട്, കാശിൻ്റെ ഉങ്ക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരണയ പറയുന്നുണ്ട്, അമ്മ പതുക്കെ പറ, അതിന് കേൾക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ശരണ്യ അകത്തോട്ട്
പോയി ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായ കുടിക്കുന്ന നമ്മുടെ ബബിത ചായ കൊടുക്കുന്നുണ്ട്. ചായ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബബിത മേലെ ചെന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മുടെ ശരണ്യ ചേച്ചി വന്നിട്ടുണ്ട്. ഏത് ശരണ്യ? മറ്റേ റേപ്പ് കേസിൽ പിടിക്കപ്പെട്ട റേപ്പ് കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ആണോ, ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പുറത്ത് വന്നു. ബാലചന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, ശരണ്യ എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഞങ്ങളുടെ കുടുംബം കാരണം കൊണ്ട് നിനക്ക് പറ്റിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം നിങ്ങൾ ഇനിയിപ്പോൾ ഒരിക്കൽ പോലും വേദന അനുഭവിക്കത്തില്ല. നിൻ്റെ ആയിട്ടുള്ള എല്ലാ നന്മയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ കുടുംബം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മകന് ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങൾക്കും എല്ലാ തെറ്റുകൾക്കും വേണ്ടി ക്ഷമ ചോദിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് വേണ്ടി നന്മ ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഉടനെ ശരി അച്ഛാ, കുഴപ്പമൊന്നുമില്ല, ശരി അങ്കിളെ, കാരണം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലെന്ന് രീതി പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാപ്പൊന്നും ആപേക്ഷിക്കേണ്ട കാര്യമില്ല, രോഹിത് തെറ്റ് ചെയ്തില്ല, അതെനിക്കറിയാം, അതുകൊണ്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഷാജി ചോദിക്കുന്നുണ്ട്, ഈ കുടുംബം ഇത്ര ഭംഗിയുള്ള അല്ലെങ്കിൽ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണോ അലീനയെന്നൊക്കെ ചോദിക്കുന്നത്. അതിനായിട്ട് അങ്ങനെ ചോദിക്കുന്നത്, അല്ല നേരത്തെ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല, എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്, ഞങ്ങളിപ്പോൾ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നത്, ഇവരെല്ലാവരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ വലിയ മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ശരണ്യ അടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എന്താണ് നീ വളരെ വലിയ കാര്യം ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല അച്ഛാ, ഇല്ല അങ്കിൾ, ഞാൻ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് വരാൻ ഇടയാക്കിയത് ശരണ്യ ചേച്ചിയാണ്. ശരണ്യ ചേച്ചി അങ്ങനെ അലിന ചേച്ചി അങ്ങനെ ആക്കിയത്, സോറി കേട്ടോ, അലിന ചേച്ചി എന്നെ ആക്കിയത് അത് അലിന ചേച്ചിയുടെ വലിയ മനസ്സാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അലിനയെക്കുറിച്ച് അറിയാം, അലിന അങ്ങനെ ചെയ്യും, അലിന അങ്ങനെ മിടിക്കുകയാണ് എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. ഉടനെ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നതും ആ പോർച്ചിലൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. ഓരോ ദിവസത്തെ വീഡിയോ നിങ്ങളുടെ അടുത്ത് മുമ്പായി എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എല്ലാവരും നമ്മുടെ സപ്പോർട്ടോടെ വീഡിയോ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.